അപ്പോൾ ഈ SOFP ഓർ SOPL ഒക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ദർ ഷുഡ് ബി റെലവൻസ്, ദർ ഷുഡ് ബി കമ്പാരബിലിറ്റി, ദർ ഷുഡ് ബി യൂണിഫോമിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം, കമ്പാരബിലിറ്റി ഉണ്ടായിരിക്കണം, അല്ലേ, റെലവൻസ് ആയിരിക്കണം, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതൊരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പർപ്പസാണ് ടു പ്രസൻറ്റ് ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അല്ലേ? അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്തൊരു സംഭവം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒരു കമ്പനിയുടെ പെർഫോമൻസ് അവർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടായിരിക്കും അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഇതൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. ഗവൺമെൻറ്റിന് ടാക്സ് ഫിക്സ് ചെയ്യാനായിട്ട്, സെക്യൂരിറ്റി മാർക്കറ്റിൽ സെക്യൂരിറ്റി അനലിസ്റ്റിന്, അവർക്കൊക്കെ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കണം.